നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കലാകാരന്മാരുടെ കൂട്ടായ്മയായ കലാസദനം കലാവിരുന്നും ആദരിക്കൽ ചടങ്ങും കോഴിക്കോട് മലബാർ പാലസിൽ സംഘടിപ്പിച്ചു. ഗ്രൂപ്പ് അഡ്മിൻ ജീന ടീച്ചർ നേതൃത്വം നൽകി. വയനാട്ടിൽ നിന്നും ഒരു സ്കൂൾ ടീച്ചർ കേരളത്തിലെ വിവിധ മേഖലകളിലെ കലാകാരന്മാരെ വാട്സപ്പിലൂടെ കണ്ടെത്തി വേറിട്ടൊരു അനുഭവവുമായി ശ്രദ്ധയാകർഷിക്കുകയാണ്. ഈ കലാസ്വാദകയായ ജീന ടീച്ചർ വയനാട് തന്റെ കൂടെ പഠിച്ചവരും പരിചിതരും കേട്ടുകേൾവി പോലും ഇല്ലാത്തവരും ടീച്ചർ അറിയാതെ തന്നെ കലാസദനം വാട്സപ്പ് ഗ്രൂപ്പ് വളർന്നു കഴിഞ്ഞു. ഇനി ഇവരെയെല്ലാം പരിചയപ്പെടാനും കാണാനും ഒപ്പം കലാവിരുന്നും ആദരിക്കൽ ചടങ്ങും കോഴിക്കോട് മലബാർ പാലസിൽ സംഘടിപ്പിച്ചു. ഫോണിലെ പ്രൊഫൈലിൽ നിന്നും ഫോട്ടോ എടുത്താണ് വന്നവർക്കെല്ലാം തിരിച്ചറിയൽ കാർഡും ബൊക്കയും നൽകി സ്വീകരിച്ചത്. തുടർന്ന് എല്ലാവരെയും പേരെടുത്തു വിളിച്ച് സ്വാഗതം ആശംസിച്ചു. നാടൻപാട്ട് കലാകാരൻ ചൂട്ടുമോഹനന്റെ പ്രാർത്ഥനയോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. നമ്മയോറുന്ന വഴികൾ നീ കാട്ടണം, ദൈവമേ നീ എന്നെ കാക്കുമാറാകണം, നന്മയോറിടുന്ന വഴികൾ നീ കാട്ടണം. അനീഷ് പാറക്കണ്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കലാകാരന്മാരെ ഷാളണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു. നമുക്ക് മാത്രം അർഹതപ്പെട്ടതല്ല, നമുക്ക് മാത്രമല്ല, നമുക്കല്ല, പൂർണ്ണമായും നമ്മുടെ ടീച്ചർക്ക് അർഹതപ്പെട്ട. ഞങ്ങൾക്ക് പല വിഭാഗത്തിലുള്ള പല തരത്തിലുള്ള കലകളെ കൊണ്ടു നടക്കുന്ന, എന്നാൽ ചെറുതും വലുതുമായ ഒരുപക്ഷെ പല കാരണങ്ങളാൽ ഒരേ വേദികൾ കൂടുന്ന ആൾക്കാരുണ്ട്, ചാനലിലൂടെ വരുന്ന ആൾക്കാരുണ്ട്, എന്നാൽ സാധാരണ വീടുകളിൽ നിന്ന് വെറുതെ പാടുന്ന ആൾക്കാർ വരെ ഒരു നിരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ ആ ടീച്ചറെ എന്ത് പറഞ്ഞാലും അഭിനന്ദിച്ചാലും ഒരുപക്ഷെ നമ്മുടെ ഒരു പെങ്ങൾ, ആ പെങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ആശംസകളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ, ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് ആദ്യമായിട്ട് അറിയാം. പണത്തിനു പിന്നാലെയോടുന്ന കാലം, പണത്തിനു പിന്നാലെയോടുന്ന കാലം, പരസ്പരം സ്നേഹം കൊടുക്കാത്ത കാലം, പരസ്പരം സ്നേഹം കൊടുക്കാത്ത കാലം, കഴിവുള്ളവർക്ക് അഭിനന്ദനം നൽകാതെ കുറവുകൾ കാട്ടിച്ചിരിക്കുന്ന കാലം, കഴിവുകൾ അഭിനന്ദനം നൽകാതെ. സതീശൻ നമ്പൂതിരി, റിനീഷ് ഗോവിന്ദിലെ മുതുകാട്, സുരേഷ് ചെന്താര, അഷ്റഫ് കല്ലോട്, കൃഷ്ണകുമാർ നന്ദി, സുനിൽകുമാർ പാലക്കാട്, സുനീഷ് പേരാമ്പ്ര, രുക്മിണി പാലക്കാട്, ജാഫ് വയനാട്, റഫീഖ് വളാഞ്ചേരി, സജി ആലപ്പുഴ, ബാലകൃഷ്ണൻ മീഡിയ പേരാമ്പ്ര തുടങ്ങി 60ഓളം കലാകാരന്മാർ പങ്കെടുത്തു. ഞാൻ ആഗ്രഹിക്കുന്നത്, എന്നെ സംബന്ധിച്ചോളം ക്ഷമയുടെ 100% ക്ഷമയുള്ള ഒരാളെ തൊട്ട് കാണിക്കുമോ എന്ന് ചോദിച്ചാൽ ചില ആളുകളൊക്കെ എന്നെ തൊട്ട് കാണിക്കും. പക്ഷേ അതേസമയം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു അധ്യാപികയെ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ മാത്രം ഞാൻ വേൾഡ് റെക്കോർഡ് നേടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ കുട്ടികളോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ബോറിംഗ് ആണോ? ഒരാൾ കൈ ഉയർത്തി പറയാം, ടീച്ചറെ മതി, ഐ വിൽ സ്റ്റോപ്പ് മൈ ക്ലാസ്. ഞാൻ എൻ്റെ ക്ലാസ് നിർത്തിയിട്ട് ഞാൻ അവർക്ക് ഫ്രീ ആയിട്ട് മൈൻഡ്
റിലാക്സിനുള്ളൊരു ടൈം അനുവദിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ഒരു പുകഴ്ചയ്ക്ക് വേണ്ടി പറയാനല്ല, ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന കലാകാരന്മാരുടെ ഈ സംഗമവേളയിൽ തുടർന്ന് കലാവിരുന്നും ഒരുക്കി. ആകെപ്പോക്കൽ പൊഴിയുന്നു എങ്കിലും നിൻമുഖം മാത്രമെൻ താരാപഥത്തിൽ പുളിവാകെപ്പോക്കൽ പൊഴിയുന്നു എങ്കിലും സുറുമയെഴുതിയ മിഴികളെ പ്രളയമധുരേന്തുളുമ്പും സൂര്യകാന്തി നാളിന്റെ നാളെ വന്നിട്ട് ഇവിടെ നമുക്ക് അടപ്പെട്ട് കുളിക്കാൻ പോയി എന്തെന്നായി പറയുന്നത്. ബഹുമാനിക്കാര്യം കോഴിക്കോട് പരിപാടി വെച്ചിട്ട് രക്തയാളാ വരുന്ന അരിമകാലം വരുന്ന പരിപാടിയിലൊക്കെ വരുമ്പോ പോകുമ്പോ നന്ന് പോട്ടെ കള്ളു കുടിച്ചിട്ടേ പോകും. അതെന്തായാലും എന്നോട് അങ്ങനെ ഇന്നോട് അങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെ പറഞ്ഞാല് എങ്ങനെയാണ് ഇങ്ങനെ ഒരു വില ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഈ കലാസമരം എന്ന് പറയുന്നത് കലാപരം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത്തരത്തിലുള്ള എല്ലാ കൂട്ടായ്മകളും അങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ള ചരിത്രമൊന്നുമില്ല. എന്നാൽ ഇതങ്ങനെയല്ല കേട്ടാ. ഇതിന്റെ നടന്നിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ചാണകം അല്ലാത്തല്ല എനിക്ക് മനസ്സിലാക്കാൻ. പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി പണ്ടേ പണ്ടേ നമ്മൾ പാടുന്നൊരു പാട്ട് കണിയാളൊരു പാടത്ത് പാടുന്നൊരു പാട്ട്. പണ്ടേ പണ്ടേ നമ്മൾ പാടുന്നൊരു പാട്ട് കണിയാളൊരു പാടത്ത് പാടുന്നൊരു പാട്ട്. അടുത്ത ഒരു കൂടിച്ചേരൽ കൂടി പ്രതീക്ഷിച്ചാണ് ചെറുതും വലുതുമായ കലാകാരന്മാർ യാത്രയായത്.
ബ്യൂറോ, മീഡിയ വിഷൻ.